താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് CBI. ഒന്നാം പ്രതി സീനിയർ CPO ജിനേഷ്, രണ്ടാം പ്രതി CPO ആൽബിൻ അഗസ്റ്റിൻ, മൂന്നാം പ്രതി CPO അഭിമന്യു, നാലാം പ്രതി CPO വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത്. അഷ്കർ അലി വിശദാംശങ്ങളുമായി. അഷ്കർ, വലിയ മുന്നേറ്റം ഇക്കാര്യത്തിൽ CBI ഉണ്ടാക്കിയിരിക്കുന്നു. ഒന്ന്, CBI അന്വേഷണത്തിന് പോകുന്നു. ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അഷ്കർ അലി അടക്കമുള്ള വാർത്താ സംഘമാണിത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നികേഷ്, താനൂർ കസ്റ്റഡി കൊലപാതകത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലേക്ക് CBI സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിനടക്കം വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായ സമയത്ത് അറസ്റ്റ് നടക്കും എന്നുള്ള കാര്യമായിരുന്നു CBI സംഘം സ്വീകരിച്ചിരുന്ന നിലപാട്. മാത്രമല്ല, പ്രതികളുടെ അറസ്റ്റിന് മുമ്പ് രേഖാപരമായ എല്ലാ വർക്കുകളും പൂർത്തിയാക്കുക, നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ പ്രതികളെ അറസ്റ്റ് ചെയ്യൂ എന്നും CBI സംഘം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, പ്രതികൾ വിദേശത്തേക്ക് കടന്നു എന്നുള്ള ഒരു ആരോപണവും ശക്തമായിരുന്നു. എന്നാൽ ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ 4 പേരുടെ അറസ്റ്റും CBI സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് തിരുവനന്തപുരം CBI യൂണിറ്റ് മലപ്പുറം ജില്ലയിലെത്തി ഇത്തരത്തിൽ ജില്ലയിലുള്ള 3 ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ കൊല്ലം നീണ്ടുകരയിലുള്ള ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിനേഷ്, രണ്ടാം പ്രതി പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, മൂന്നാം പ്രതി കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ CPO അഭിമന്യു, നാലാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ വിപിൻ, CPO വിപിൻ എന്നിവർ, ഈ 4 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ജിനേഷിനെയും വിപിനെയും അവരെ വള്ളിക്കുന്നിലെ വീടുകളിൽ വെച്ചും അതുപോലെ തന്നെ അഭിമന്യുവിനെ താനൂർ താമരക്കുളത്തെ വീട്ടിൽ വെച്ചുമാണ് CBI സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആൽബിൻ അഗസ്റ്റിനെ കൊല്ലം നീണ്ടുകരയിലുള്ള ആൽബിൻ്റെ വീട്ടിൽ വെച്ചും CBI സംഘം അറസ്റ്റ് ചെയ്തു. ഒരേ സമയത്തായിരുന്നു CBIയുടെ നീക്കം. തികച്ചും അപ്രതീക്ഷിതമായി ഇന്ന് പുലർച്ചെ 6:30 മലപ്പുറം ജില്ലയിലെത്തിയ CBI സംഘം ഏകദേശം 9 മണിക്ക് മുമ്പായി തന്നെ വിവിധയിടങ്ങളിൽ വെച്ച് അവരവരുടെ വീടുകളിൽ വെച്ച് ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെ അംഗങ്ങളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 4 പേരും. ഈ വളാഞ്ചേരിയിലെ ചേളാരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത താമർ ജിഫ്രെ പിന്നീട് താനൂർ പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും അവിടെ പോലീസ് സ്റ്റേഷനിലെ ക്വാർട്ടേഴ്സിലും അതുപോലെ തന്നെ സ്റ്റേഷന്റെ പിറകു വശത്തുള്ള ക്വാർട്ടേഴ്സിലും ഈ 2 ക്വാർട്ടേഴ്സുകളിലായി താമർ ജിഫ്രി ക്രൂര മരണത്തിന് ഇരയായിട്ടാണ് കൊല്ലപ്പെട്ടത് എന്ന് പിന്നീട് വെളിവായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളടക്കം ഇതിൽ നിർണായക കണ്ടെത്തലുകൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം ഫോറൻസിക് സർജന്റെ അടക്കം മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയ CBI സംഘം കേസിന്റെ നടപടികളുമായി കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ കേസ് ഏറെ വിവാദത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. കാരണം പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികളായ ഒരു കേസ്, അത് ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അത് മൂടിവെക്കാനുള്ള ശ്രമം നടത്തി, കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തി എന്നുള്ളതിന്റെ തെളിവുകളടക്കം പുറത്തു വരികയും ചെയ്തു. എന്നാൽ പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ഈ കേസിലെ 4 പ്രതികളെ ഈ കേസിലെ 4 പ്രതികളെ 4 പോലീസ് ഉദ്യോഗസ്ഥർ, ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളായിട്ടുള്ള 4 ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് കുടുംബം തന്നെ കേസ് CBIക്ക് വിടുമെന്ന് സർക്കാർ വ്യക്തമാക്കിയതിനു ശേഷം അതിനുണ്ടാകുന്ന കാലതാമസം ചൂണ്ടിക്കാട്ടി കുടുംബം തന്നെ ഹൈക്കോടതി സമീപിച്ചു. പിന്നീട് ഹൈക്കോടതിയുടെ കൂടി ഇടപെടലിനൊടുവിലാണ് CBI സംഘം കേസ് ഏറ്റെടുക്കുന്നത്. അഥവാ കസ്റ്റഡി കൊലപാതകം നടന്ന 10 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു കേസ് CBIക്ക് വിടുന്നത്. തൊട്ട് പിന്നാലെ അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ 20 ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് CBI സംഘം കേസ് ഏറ്റെടുക്കുന്നത്. എന്തായാലും അതിനുശേഷം മാസങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് എത്തുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത് താമർ ജിഫ്രി കൊല്ലപ്പെടുമ്പോൾ താമർ ജിഫ്രിയുടെ ഒപ്പമുണ്ടായിരുന്ന 4 പേരുടെ അടക്കം മൊഴി CBI രേഖപ്പെടുത്തിയിരുന്നു. അന്ന് അവർ ജയിലിലുണ്ടായിരുന്ന അവരെ നേരിട്ട് മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് അവരെ എറണാകുളത്തെ CBI കോടതിയിൽ എത്തിച്ച ശേഷം മജിസ്ട്രേറ്റിന് 164 പ്രകാരമുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കും അതടക്കമുള്ള മൊഴികൾ നൽകുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ തെളിവുകൾ CBI ജിനേഷ്, രണ്ടാം പ്രതി CPO ആൽബിൻ അഗസ്റ്റിൻ, മൂന്നാം പ്രതി CPO അഭിമന്യു, നാലാം പ്രതി CPO വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത്. മുബഷീർ P. അക്ബർ കൂടി ചേരുന്നു. മുബഷീർ, CPOമാരും സീനിയർ CPOമാരും മാത്രമായി ഒരു കസ്റ്റഡി കൊലപാതകം നടക്കുമോ? ഇക്കാര്യത്തിൽ മേലുദ്യോഗസ്ഥരുടെ പങ്കാളിത്തം എന്താണ് എന്നാണ് CBI പറയുന്നത്? തീർച്ചയായും നികേഷ് കുമാർ, അത്തരത്തിൽ മേലുദ്യോഗസ്ഥരുടെ പങ്കുൾപ്പെടെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് നിലവിൽ CBI സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, CBIയുടെ അന്വേഷണം ആരംഭിച്ച ശേഷം മാസങ്ങൾക്കിപ്പുറമാണ് കേസിൽ ഏറ്റവും നിർണായകമായേക്കാവുന്ന അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് തന്നെ പ്രതി ചേർത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഇത്തരത്തിലുള്ള CPO സംഘം 4 അംഗ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ആദ്യഘട്ടത്തിൽ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അടുത്ത ഘട്ടം ഈ വിധത്തിൽ ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കുൾപ്പെടെ കണ്ടെത്തുന്ന രീതിയിലുള്ള അന്വേഷണത്തിലേക്കാകും CBI കടക്കുക എന്നുള്ളതാണ്
എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ചും പിന്നീട് CBI-യും കണ്ടെത്തിയ പ്രതികളാണ് ഈ 4 പേരും. ഇവരുടെ ഇത്തരത്തിലുള്ള പരപ്പനങ്ങാടിയിലെയും താനൂരിലെയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നാണ് ഇവരെ 4 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായ ജിനേഷിനെയും അതുപോലെ തന്നെ വിപിനെയും ഇന്ന് രാവിലെ പരപ്പനങ്ങാടി സ്റ്റേഷനിൽ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ആ വിധത്തിലുള്ള രേഖകളും എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. സ്വാഭാവികമായും നികേഷ് കുമാർ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസും അതുപോലെ തന്നെ താനൂർ പോലീസ് സ്റ്റേഷനിലെ DYSP-യും ആ ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ആരോപണം നേരിട്ടൊരു സാഹചര്യം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പിലുണ്ട്. അവരിലേക്ക് ഉൾപ്പെടെ ഈ ഒരു അന്വേഷണം എത്തുമോ എന്നുള്ളതായിരുന്നു ആദ്യഘട്ടം മുതൽ CBI ഒരു കേസ് അന്വേഷണം ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ചോദ്യം. എന്നാൽ വളരെ കൃത്യമായി ശരിയായ ദിശയിലൂടെ അന്വേഷണവുമായി CBI സംഘം മുന്നോട്ട് പോകുന്നു. ഈ ഒരു മരിച്ച താമർ ജിഫ്രിയുടെ കുടുംബത്തിനുൾപ്പെടെ ഇവരുടെ അന്വേഷണത്തിൽ കൃത്യമായ സംതൃപ്തി ഉണ്ടായിരുന്നു. ആ നിലയിലുള്ള മൊഴി രേഖപ്പെടുത്തലും ബാക്കിയുള്ള വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ടായിരുന്നു CBI സംഘം മുന്നോട്ട് പോയിരുന്നത്. ഈ ഒരു സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന താനൂരിലെയും പരപ്പനങ്ങാടിയിലും അതുപോലെ തന്നെ ചേളാരിയിലെയും മേഖലകളിൽ 3-ലധികം തവണ എത്തിക്കൊണ്ടാണ് തെളിവുകളും വിവരങ്ങളും ഒക്കെ തന്നെ ഈ ഒരു CBI സംഘം ശേഖരിച്ച് DYSP കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ തന്നെ ഒടുവിൽ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 പ്രതികളുടെ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും CBI ഈ ഒരു കുറ്റപത്രം വിപുലീകരിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ ഇവരുമായുള്ള ഒരു തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് കൂടി വേണം പോലീസ് ഉദ്യോഗസ്ഥർ ഈ നിലയിൽ ഇവർ പ്രവർത്തിച്ചിരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു CBI സംഘം ഇതിൽ നിലവിൽ ആരോപണം നേരിടുന്ന ഈ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. വിശേഷിച്ചും ഇതിൽ ജില്ലാ പോലീസ് മേധാവിയാണെങ്കിലും DYSP ഉൾപ്പെടെയുള്ളവർ ആളുകളാണെങ്കിലും ആ നിലയിൽ കൃത്യമായ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു താഴെത്തട്ടിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നമ്മുടെ ചാനലിലൂടെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തുവിട്ടിരുന്നു. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ മരിച്ച താമർ ജിഫ്രിയെ ക്രൂരമായി മർദ്ദിച്ചത് കണ്ട താമർ ജിഫ്രിയോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ വെളിപ്പെടുത്തൽ തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിൽ വളരെ കൃത്യമായി ചില ഉന്നത ഉദ്യോഗസ്ഥർ ആ ഒരു മർദ്ദനം നടന്ന സമയത്ത് ആ ഒരു മേഖലയിലേക്ക് എത്തുകയും കൃത്യമായ മോണിറ്ററിംഗ് ഈ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കൃത്യമായ ധാരണ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന ഒരു മുബഷിർ തുടരുക. അഷ്കർ അലിയേക്ക് തിരികെ പോവാണ്. അഷ്കർ, ഇപ്പോൾ മുബഷിർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതൊരു പ്രത്യേക സംഘമാണ്. ആ പ്രത്യേക സംഘം പൂർണ്ണമായും മേലുദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും നിർദ്ദേശത്തിലുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണുമ്പോൾ CBI ആദ്യഘട്ടം പൂർത്തിയാക്കിയെന്നാണോ കാണേണ്ടത്? നികേഷ്, തീർച്ചയായും. കാരണം ആദ്യഘട്ടത്തിൽ ഈ പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് ഇല്ലെങ്കിൽ കേസ് എവിടം വരെ പോകുമെന്നുള്ളതിലൊക്കെ വലിയ ആശങ്ക കുടുംബത്തിനും ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ആ കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ 4 ഉദ്യോഗസ്ഥർ കേസ് അവസാനിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മലപ്പുറം ജില്ലയിലെ ചേളാരിൽ നിന്നാണ് താമർ ജിഫ്രി എന്ന് പറയുന്ന യുവാവിനെ ഈ ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് ചേളാരിയിൽ നിന്നും ആ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയും തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയും മറികടന്ന് താനൂരിലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതും മർദ്ദിക്കുന്നതും. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും പിടികൂടിയ ഈ പ്രതികളെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇല്ലെങ്കിൽ ഏത് ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കൊണ്ടാണ് പല പോലീസ് സ്റ്റേഷൻ പരിധികളും മറികടന്നുകൊണ്ട് മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പ്രതി ചേർത്തത് എന്നുള്ള കാര്യത്തിൽ ഉത്തരം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, പിന്നീട് ഈ കേസ് ഈ താമർ ജിഫ്രി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് താമർ ജിഫ്രിക്ക് മേലെയുള്ള ലഹരി കേസ് പോലീസ് FIR ഇട്ട് രജിസ്റ്റർ ചെയ്തത് എന്നും FIR-ന്റെ രേഖകൾ സഹിതം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. അങ്ങനെയെങ്കിൽ ആ FIR ഇടാൻ ക്രമക്കേടുള്ള FIR ഇടാൻ കൂട്ടുനിന്നത് ആരാണ്? പിന്നീട് ഈ മരണത്തിന് ശേഷവും താമർ ജിഫ്രിയുടെ മരണം ലഹരിയുടെ അമിത ഉപയോഗം മൂലമാണ് എന്നായിരുന്നു ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നടത്തിയ വിശദീകരണം. അത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനായിരുന്നു? ഈ പ്രതികളെ സംരക്ഷിക്കാൻ കൂട്ടുനിന്നത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായി ഈ 4 പേരെ പ്രതികളെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുമ്പോൾ ഇതിന് ഉന്നതങ്ങളിലേക്ക് കൂടി കേസ് പോകുമെന്നാണ് സ്വാഭാവികമായി നമ്മൾ കരുതുന്നത്. കാരണം ഇതിന്റെ എല്ലാ പഴുതടച്ച അന്വേഷണമാണ് തങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു CBI സംഘം ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നത്. റിപ്പോർട്ടർ TVയിലെ റിപ്പോർട്ടർമാരുടെ അടക്കം മൊഴികൾ ശേഖരിച്ചുകൊണ്ടാണ് CBI സംഘം മുന്നോട്ട് പോവുകയും ചെയ്തത്. സ്വാഭാവികമായി ഈ കേസിൽ ഇനിയും കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഈ കേസിലെ ഏറ്റവും നിർണായകമായ രേഖ എന്ന് പറയുന്നത് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും മഞ്ചേരിയിലെ പോലീസ് ഫോറൻസിക് സർജനായ ഡോക്ടർ ഹിതേഷ് ശങ്കറാണ് ഈ കേസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയത്. എല്ലാ സമ്മർദ്ദങ്ങൾക്കപ്പുറവും കൃത്യമായി കൊണ്ട് ഈ താമർ ജിഫ്രിയുടെ
പ്രതികളുടെ മരണത്തിലേക്ക് നയിച്ചതിൽ ഒരു കാരണം എന്ന് പറയുന്നത് അത് താമര ജിഫ്രിക്കേറ്റ മർദ്ദനമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി അദ്ദേഹം എഴുതാൻ തയ്യാറായതിൻ്റെ ആ ധീര പ്രവർത്തനം കൂടിയാണ്. ഒരുപക്ഷേ ഈ കേസിൽ ഇപ്പോൾ 4 പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റിൻ്റെ നടപടികളിലേക്ക് കൂടി കാര്യമെത്തിയത്. താമര ജിഫ്രി ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ താമര ജിഫ്രി ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ ലഹരിയുടെ അളവും അത് മരണത്തിലേക്ക് അത് മാത്രം നയിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളൊക്കെ തന്നെ കേസിൽ നിർണായകമാവുകയും ചെയ്തു. CBI സംഘമടക്കം ഈ കാര്യം ഫോറൻസിക് സർജനെ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് രാസപരിശോധന ഫലങ്ങൾക്കടക്കം കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി വീണ്ടും പരിശോധനകൾക്ക് അയച്ചത്. പക്ഷേ അപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അടിവരയിടുന്ന കണ്ടെത്തലുകളാണ് പിന്നീട് നടന്ന കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നത്. സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി. താമര ജിഫ്രിയുടെ ശരീരത്തിൽ 21ഓളം മാരക മുറിവുകൾ ഉണ്ടായിരുന്നു. കാലിൻ്റെ അടിയിലടക്കം ആയുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു ഒക്കെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു കൊണ്ടുവരികയും കസ്റ്റഡി കൊലപാതകത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു CBI. 1-ാം പ്രതി സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി CPO അഭിമന്യു, 4-ാം പ്രതി CPO വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ CBI സംഘം അവരുടെ വീടുകളിലെത്തി അറസ്റ്റ് ചെയ്തത്.